ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ അരികിലാണ്. ഈ ഖബർസ്ഥാൻ എന്താ പറയാ, മക്കയിൽ ഒരു ഖബർസ്ഥാനുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ജന്നത്തുൽ മുഅല്ല. ആ ജന്നത്തുൽ മുഅല്ലയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ശരിക്കും കാണാൻ പറ്റുന്ന ഏരിയയിലേക്ക് നമുക്ക് പോകണം. അതോ ആ മല കണ്ടോ, ആ മല കണ്ടില്ലേ, ആ മലയുടെ അടിഭാഗം മുതൽ ഇതുവരെ ജന്നത്തുൽ മുഅല്ല എന്ന ഖബർസ്ഥാനിന്റെ അരികിലുള്ളത്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് സ്വഹാബിമാർ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് സ്വഹാബിമാർ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. താബിഈങ്ങളായ മഹാന്മാരുണ്ട്, പിൽക്കാലത്ത് വന്ന തബഉ താബിഈങ്ങൾ, ശേഷമുള്ള സ്വാലിഹീങ്ങൾ, ഇമാമീങ്ങൾ, വലിയ വലിയ മഹാന്മാർ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു അവരൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ. ഇതിന് പുറമെ നമ്മളെ നാട്ടിൽ നിന്ന് പഴയ കാലത്ത് ഇവിടെ വന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ വേറെയും മറവിട്ട് കിടക്കുന്നുണ്ട്. കൂട്ടത്തിൽ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വന്ന നമ്മുടെ കേരളക്കരയിലെ ഒരു വലിയ മഹാനായ സയ്യിദ് ഉണ്ടായിരുന്നു. ആരാണ്? മഹാനായ ബാഫഖി തങ്ങൾ. ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിന്റെ ശേഷം ഇവിടുന്ന് വഫാത്തായി ബാഫഖി തങ്ങൾ. കേരളക്കരയിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആത്മീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ, ദീനി പ്രവർത്തനങ്ങളിലൊക്കെ കേരളീയ സമൂഹത്തിന് നേതൃത്വം നൽകിയ വലിയ ഒരു സയ്യിദായിരുന്നു ആര്? മഹാനായ സയ്യിദിന ബാഫഖി തങ്ങൾ. മഹാനവറുകൾ ഹജ്ജ് കഴിഞ്ഞ് അവർ വഫാത്തായത് ഇവിടെയാണ്. അവർക്ക് കിടക്കാൻ അള്ളാഹു അവസരം കൊടുത്തതും ഈ ജന്നത്തുൽ മുഅല്ലയിലാണ്. അങ്ങനെ ഒരുപാട് സ്വാലിഹീങ്ങൾ, മഹാന്മാർ, നല്ലവരായ ആളുകൾ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. ഭൂമിയിൽ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ആദ്യം ഭൂമിയിൽ പുനർജന്മം മുത്തുനബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സിദ്ദീഖ് തങ്ങൾ കൂടെ ഉമർ അള്ളാന്റെ കൂടെ അവർ ജന്നത്തുൽ ബഖിയയിലേക്ക് എത്തുമ്പോൾ ജന്നത്തുൽ ബഖിയയിലാണ്. അതവിടെ ജന്നത്തുൽ ബഖിയ മദീനത്താണ്. ജന്നത്തുൽ ബഖിയ എന്ന് പറയുന്ന ഖബർസ്ഥാന് മദീനത്താണ്. അവിടുന്ന് അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്തുണ്ടാവും? പുനർജന്മം ഉണ്ടാവും. രണ്ടാമത് പുനർജന്മം ഉണ്ടാകുന്നത് ആർക്കാണ്? ഇവർക്കാണ്. ആർക്ക്? ജന്നത്തുൽ മുഅല്ലയിൽ മറവിട്ട് കിടക്കുന്ന ആളുകളാണ് രണ്ടാമത് പുനർജന്മം നടത്തപ്പെടുന്ന ആളുകൾ. പിന്നീട് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ആദ്യം ഉണ്ടാകുന്നത് ആർക്കാണ്? ജന്നത്തുൽ ബഖിയയിലുള്ള മദീനത്ത് മറവിട്ട് കിടക്കുന്ന ആളുകൾക്കാണ്. രണ്ടാമത് റസൂലുള്ള ശഫാഅത്ത് ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മറവിട്ട് കിടക്കുന്ന ആളുകൾക്കാണ്. അത്രയും പവറുള്ള ആളുകളാണ് ഇവിടെ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരുടെയും ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അസ്മാ ബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ ഖലീഫ അബൂബക്കർ തങ്ങളുടെ മോളാണ്. അവരിവിടെ ഉണ്ട്. സുബൈർ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി. അങ്ങനെ പല ആളുകളും ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ആരാണ്? ബീവി ഖദീജ. ഇൻഷാ അല്ലാഹ് അവരെ ഖബർ മഖ്ബറ നമ്മൾ നേരെ ചെന്ന പാലം കണ്ടോ, അതിന്റെ സൈഡിലൂടെ മുകളിലേക്ക് കയറിയാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടുന്ന് പെണ്ണുങ്ങൾക്ക് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ സിയാറത്ത് ചെയ്യണം. യാസീൻ ഓതി ദുആർക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കയ്യെങ്കിലും നിങ്ങൾ വന്നോളി. അതുവരെ നടക്കണം. ഖദീജ ബീവിന്റെ മഖ്ബറ കാണാം. അവിടുന്ന് നമുക്ക് ദുആർന്നിട്ടാണ് പിരിയുക. അതാണ് ലാസ്റ്റ് നമ്മളെ എൻഡ്. അവിടുന്നാണ് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ അത് വല്ലാത്തൊരു സംഭവമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ. ഒരു ഭാര്യ എന്തിനാണ് ശരിക്ക്? എന്തിനാണ് ഒരു ഭാര്യ? അള്ളാഹു പെണ്ണിനെ പഠിച്ചത് എന്തിനാണ്? ഖുർആൻ പറയുന്നുണ്ടല്ലോ, തസ്കുനു ഇലൈഹ. പുരുഷന്മാർക്ക്, ഭൂമിയിലുള്ള ആളുകൾക്കൊക്കെ സമാധാനം കൊടുക്കാനാണ് അള്ളാഹു പെണ്ണുങ്ങളെ പഠിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. മനസ്സിലായോ? ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെങ്ങള്, ഒരു ഉമ്മ, മോനെ സാരമില്ലടാ, അല്ല നിങ്ങൾ വിഷമിക്കാതിരിക്കും, അതൊന്നൊക്കെ ശരിയായിക്കോളും എന്ന് പറയണ അവരുടെ ഒരു സമാധാനിപ്പിക്കണ വർത്താനം കിട്ടിയാൽ ഒരാണിന് അത്ര തണുപ്പിക്കാൻ പറ്റിയ ഒരു വർത്താനം ലോകത്ത് ഒരാൾക്കും കൊടുക്കാൻ കഴിയൂല. അതാണ് പെണ്ണിന്റെ ദൗത്യം. അതാണ് മഹദിയായ ഖദീജ ബീവിയുടെ ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അടങ്ങാറൊക്കെ സഹിച്ചുമ്പോൾ വേറെ ആരും ഇല്ലല്ലോ. ആരാള്? ഉമ്മ ഉണ്ടോ? ഇല്ല. വാപ്പുണ്ടോ? ഇല്ല. ആരുമില്ല. വല്യപ്പ ആരുമില്ല. റസൂലുള്ളാഹിക്ക് ഈ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ആരാ കൂടെ ഉള്ളത്? ഖദീജ ബീവിയാണ്. എന്തുണ്ടെങ്കിലും ഖദീജ ബീവിന്റെ അടുത്ത് ഓടിയെത്തി ഖദീജ ബീവിന്റെ അടുത്ത് കുറച്ചു നേരം അവരെ വർത്താനം കേട്ടിരുന്ന റസൂലുള്ളാഹിന്റെ എല്ലാ വിഷമവും ഒരുങ്ങി തീരുന്നതാണ്. അത് ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ പ്രത്യേകം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഇങ്ങനെയാണ്.
ഇവിടുന്ന് 3.5-4 കിലോമീറ്റർ അകലെ ഒരു പർവ്വതമുണ്ട്. ഏതാണ് പർവ്വതം? നമ്മൾ കണ്ടു, ജബലു നൂറ്. അതിന്റെ മുകളിൽ 40 വയസ്സായപ്പോൾ നബി ഇങ്ങനെ ഇബാദത്ത് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് ജിബ്രീൽ വരുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, ഖുർആനിന്റെ ആദ്യ ഘട്ടം അവതരണം ഉണ്ടാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم. നബി ആകെ പനിച്ച് വിറച്ച് അവിടുന്ന് നടന്നു പോകുന്നതാണ്. ഇവിടേക്ക് ഖദീജയുടെ വീട്ടിലേക്ക്. ഖദീജയുടെ വീടുണ്ടായിരുന്ന ഇവിടെയാണ്. ആ വീട്ടിലേക്ക് വരികയാണ്. എത്ര നടന്നിട്ടുണ്ടാവും? നടന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ന് ഖദീജ ബീവി പറഞ്ഞൊരു വർത്താനുണ്ട്. നിങ്ങൾ ആ കണ്ടത് മുൻഗാമികളായ പ്രവാചകന്മാരിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കായിരിക്കും. ഒമാദാക്ക ബി ശൈത്താൻ, അതൊരു ശൈത്താനാന്നും കരുതി നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട. ശൈത്താനാന്ന് എഴുതി പേടിക്കണ്ടാന്ന്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പിളാര് മലയിൽ പോയിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും കണ്ടിട്ട് പേടിച്ചു എന്ന് പറഞ്ഞ് വരിക. നമ്മളെന്താ കാരം പറയാം? ആ മലയിൽ പോയി കുത്തിരുന്നിട്ടല്ലേ, വല്ല ചൈത്താനും പിടിച്ചതാ കാരം, ചൈത്താനും കണ്ടതാ കാരം. അങ്ങനെയല്ല പറയണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനം അതങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവൂല നബിയെ. നിങ്ങൾ ആരാണ്? ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഈനു അലാ നവായിബിൽ ഹഖ്. നബിയെ, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. വല്ലാഹി, പടച്ചോനാ നേര്, മാ യുഹ്സീക അല്ലാഹു അബദ, നിങ്ങൾക്കൊന്നും വരൂല. അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കുന്ന രംഗമുണ്ട്. നിങ്ങൾക്കൊരു വിഷമവും വരൂല, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. അള്ളാഹു നിങ്ങളെ കൈവടിയൂല നബിയെ. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. നിങ്ങൾ എത്തിയും കുട്ടികളെ പോറ്റുന്ന ആളാണ്. നിങ്ങൾ വിധവകൾക്ക് സഹായിച്ചു കൊടുക്കുന്ന ആളാണ്. തങ്ങൾ ഹഖിന്റെ മേലിൽ നിലകൊള്ളുന്ന ആളല്ലേ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരൂല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് റസൂലുള്ളാഹിനെ അങ്ങോട്ട് നല്ല രൂപത്തിലാക്കിയതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് തസ്കുനു ഇലൈഹ. ഒരു പെണ്ണിന് കഴിയുന്ന ഏറ്റവും വലിയ കഴിവ്. പെണ്ണിന് 2 കഴിവുണ്ട്. ഉള്ള കുടുംബത്തിലെ, സമൂഹത്തിലെ, നാട്ടിലെ മുഴുവൻ സമാധാനം കെടുത്താനും നല്ല കഴിവാണ് ഓൽക്ക്. സമാധാനം നല്ലോണം ഉണ്ടാക്കാനും ഓൽക്ക് കഴിവുണ്ട്. എന്നാൽ പെണ്ണിന്റെ ദൗത്യം എന്താണ്? സമാധാനം കൊടുക്കൽ. ആ സമാധാനം കൊടുത്ത നബിന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും കൂടെ നിന്ന മഹദിയാണ് ബീവി ഖദീജത്തുൽ കുബ്ര. അവരെ പറയുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറോളം പറഞ്ഞാൽ തീരൂല. അല്ലാഹുവിന്റെ റസൂല് അവർ വഫാത്തായിട്ട് മൗലിദ് ഓതിയിരുന്നു. ആരെ ഭാര്യന്റെ മദ്ഹ് പറയാന്നുള്ളതാണ് മൗലൂദ്. എന്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, മദ്ഹ് ഇങ്ങനെ പറയുന്നതാണ്. റുബമ ദബഹശാത്ത്, ആടിനറുക്കും. എന്നിട്ട് ആടിനറുത്തിട്ട് അതിന്റെ കഷ്ണങ്ങളാക്കിയിട്ട് ഖദീജ ബീവിന്റെ ചങ്ങാഴ്ചകളെ പേരുകൾ കൂടി ഒക്കെ എന്ത് ചെയ്യും നബി മുത്തുനബി ആയിഷ ബീബി, ഖദീജ ബീബി വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഓർമ്മക്ക് അവരെ ആണ്ട് വരുമ്പോ ആടിനറുത്തിട്ട് അതിന്റെ മാംസം വീടുകളിലൂടെ എത്തിച്ചു കൊടുത്ത് മാംസം വിതരണം നടത്തി, ഭക്ഷണം വിതരണം നടത്തിയ മുഹമ്മദ് റസൂലുള്ളാഹി. ഇങ്ങനെ മദ്ഹ് പറയുമ്പോ അവര് വഫാത്തായതാണല്ലോ. പിന്നെ വന്ന ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയാണ് ചെറുപ്പക്കാരിയായ ആയിഷ ബീബി. അപ്പോൾ 2 പെണ്ണ് അത് കെട്ടിക്കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും 2ാമത്തെ പെണ്ണുങ്ങൾക്ക് ആദ്യത്തെ പെണ്ണിനെ പറ്റി പറയണ ഇഷ്ടം ഉണ്ടാവില്ല. 2ാമത്തെ പെണ്ണിനെ പറ്റി പറയണ ആദ്യത്തെ പെണ്ണിനും ഇഷ്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ഇഷ്ടം ഉണ്ടാവില്ല. ജീവിതത്തിൽ നമ്മൾ കയ്യാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമമുണ്ട്. ഒരാൾക്ക് എന്ത് ചെയ്യുക, കയ്യാണെങ്കിൽ 2 പെണ്ണ് കെട്ടാം, 3 കെട്ട കയ്യെങ്കിൽ 4 കെട്ടാണ്. ഈ പെണ്ണുങ്ങൾക്ക് നമ്മളൊരു കേരളീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 2ാമതൊരു പെണ്ണാണ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഇക്കേറെ വലിയ പ്രശ്നം ലോകത്ത് വേറൊന്നും ഉണ്ടാവില്ല. വല്ല സമാധാനം കിട്ടണമെങ്കിൽ 2ാമത് കെട്ടാതിരുന്നോളി, അതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മൂലേരിയെന്ന് അറിയുണ്ടാവും ഇപ്പം ചിലവർ. അപ്പോൾ എന്താ വെച്ചാൽ 2ാമതൊരു പെണ്ണിട്ടിയ സ്വാഭാവികമായിട്ട് പഴയ കാലത്തുള്ളതാണ് പറയുന്നത്. ഒരാളെ പറ്റി പറയണ മറ്റാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, കിട്ടിയാൽ തന്നെ ഇഷ്ടം ഉണ്ടാവില്ല. എൻ്റെ സ്നേഹം പകുതി പോയല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അതാണ് അതുകൊണ്ടുണ്ടാകുക. അങ്ങനെ ആകുമ്പോഴുള്ള സമാധാനം പോവുക ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങോട്ട് പോവല്ലേ, ഞാൻ അവിടെ പോയി നിറച്ചോട്ടെ, ഒന്നും കൊടുക്കൂല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷു നീ മനസ്സിലാക്കണം, എനിക്ക് മക്കൾ ഉണ്ടായത് ആരിലാണ്? എനിക്ക് മക്കൾ മുഴുവൻ ഉണ്ടായത് ആരിലാണ്? എൻ്റെ ഖദീജയിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മക്കൾ മുഴുവൻ ഉണ്ടായത് എൻ്റെ ഖദീജയിലാണ്. ഒരു ഭാര്യ, വേറെ മക്കൾ ഉണ്ടായിട്ടില്ലല്ലോ, വേറെ ഭാര്യമാരിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു അടിമ സ്ത്രീയിൽ ഉണ്ടായിട്ടുണ്ട്, ആലിയത്തുൽ ഖുദ്ദിയ, എൻ്റെ ഭാര്യമാരിലാണ്. എല്ലാവരും എന്നെ കള്ളനാക്കിയപ്പോൾ എന്നെ വിശ്വസ്തനാക്കിയ ആളാണ് ആര്? എൻ്റെ ഖദീജ. എല്ലാവരും എന്നെ കള്ളനാക്കി, അയിമ തുടണ്ടേ? എല്ലാവരും എന്നെ കള്ളനാക്കിയപ്പോൾ എന്നെ വിശ്വസ്തനാക്കിയ ആളാണ് ആര്?
എൻ്റെ ഖദീജ എന്നാ റസൂലുള്ള. സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം അല്ലേ? നിങ്ങളെ പെണ്ണുങ്ങളെ പേരെന്താ? എൻ്റെ റുക്കിയ എന്നാ പറയാ. സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ റുക്കിയ എന്നാ പറയാ. എൻ്റെ ആയിഷ എന്നാ റസൂലുള്ള പറഞ്ഞു. എൻ്റെ ഖദീജ എന്നാ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡോക്ടർ വേറെ പെണ്ണിട്ടിക്കണോ? പെണ്ണിട്ടാ പെണ്ണുങ്ങളെ അയക്കുവോ? ഇല്ലല്ലോ, അതിന് മാത്രം അയക്കൂല. ഞാൻ പറഞ്ഞത് ശരിയാന്ന് മനസ്സിലായില്ലേ? എല്ലാവരും അങ്ങനെ അതിന് മാത്രം അയക്കൂല. എത്ര പൈസ ഉണ്ട് ഡോക്ടറെ അടുത്ത്, പൈസ കൊടുത്തിട്ട് നോക്കിയിട്ട് ഇനി രണ്ടാൾക്കും കഴിഞ്ഞ് കൊടുത്തിട്ട് ഒന്നും കാര്യമല്ല. അതാണ് ആയിഷ ബീവി അങ്ങനെ തോന്നാ. ആയിഷ ബീവി പറഞ്ഞു നിങ്ങളിങ്ങനെ പറയണട്ടാ ഭൂമിയിൽ വേറൊരു പെണ്ണും ഇല്ലാത്ത മാതിരി ഉണ്ടല്ലോ. അപ്പൊ ആയിഷ ബീവിനോട് അതറിയില്ലത്രേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്ത എങ്ങനെയാണ്? എനിക്ക് മക്കളുണ്ടായത് എൻ്റെ ഖദീജയിലാണ്. എന്താ മനസ്സിലാക്കിയത്? എൻ്റെ ഖദീജയിലാണ് എനിക്ക് മക്കളുണ്ടായത്. റസൂലുള്ള പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും എന്നെ കല്ലെറിഞ്ഞ് എന്നെ കള്ളനാക്കിയപ്പോ എന്നെ വിശ്വസിച്ച ആളാണ് ആര്? എൻ്റെ ഖദീജ. റസൂലുള്ള പറഞ്ഞ് കരയുമായിരുന്നു എന്നാണ് ഖദീജാവിനെ പറഞ്ഞിട്ട്. എല്ലാവരും കള്ളനായിട്ട് ചിത്രീകരിക്കുമ്പോൾ ആദ്യമായിട്ട് വിശ്വസിച്ചതാരാ? റസൂലുള്ളാഹിനെ ആദ്യം വിശ്വസിച്ചതാരാ? ഖദീജ ബീവിയാണ്. സ്ത്രീകളിൽ ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ റളിയല്ലാഹു മുന്നേ വിശ്വസിച്ചത് ആരായിരുന്നു? പുരുഷന്മാരിൽ ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ റളിയല്ലാഹു എന്ന് നമ്മൾ പറയും. പെണ്ണുങ്ങളിൽ ആദ്യം വിശ്വസിച്ചത് ആരെന്നാ പറയാ? എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും മുമ്പ് ഖൽബിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു നബി വരുന്ന് അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ആ നബിനെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ ആരിഷ്ടപ്പെട്ടത്? കച്ചവടത്തിന് ലാഭം കിട്ടിയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതൊന്നല്ല. അങ്ങനെ ഒരു പ്രവാചകൻ വരും, അത് ഈ നബിയാണെന്ന് അറിഞ്ഞിട്ടാണ് ആദ്യം തന്നെ നബിയിൽ വിശ്വസിച്ച് നബിനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. അത്രയും വിശ്വാസമായിരുന്നു. എല്ലാവരും എന്നെ കല്ലെറിഞ്ഞാട്ടിയോടിച്ചപ്പോൾ എന്നെ സ്വീകരിച്ചവളാണ് എൻ്റെ ഖദീജ. എല്ലാവരും എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് എൻ്റെ ഖദീജ എന്ന് പറഞ്ഞ് റസൂലുള്ള മദ്ഹ് അങ്ങോട്ട് പറഞ്ഞു എന്നാണ്. എന്നും എല്ലാ വർഷവും ആ മദ്ഹ് പറയുക മാത്രമല്ല, ആണ്ട് വരുമ്പോൾ അറിവ് നടത്തി ഭക്ഷണം വിതരണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോർക്കുമായിരുന്നു. അത്രയും മുത്തുനബി സ്നേഹിച്ച ഭാര്യയാണ്. ഇസ്ലാമിന് വേണ്ടി എല്ലാ ആൾക്കാരെ ഇവിടുത്തെ അറബികളെ പ്രമാണികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു. ഇവിടുത്തെ പ്രമാണികൾ എല്ലാവരും വിളിച്ചു കൂട്ടി. ഇവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരത്തി ആരായിരുന്നു? ഖദീജ ബീവി. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ എല്ലാ സമ്പത്തും എൻ്റെ ഭർത്താവിനാണ്, എനിക്കൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചു. എൻ്റെ മുഴുവൻ സമ്പത്തും, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ ചവിട്ടി തേക്കുന്ന ഭാര്യമാരുണ്ടാവും, പക്ഷെ എൻ്റെ പൈസ മുഴുവൻ ആർക്കാണ്? എൻ്റെ ഭർത്താവിനാണെന്ന് ശത്രുക്കളുടെ മുന്നിൽ നിന്ന് പ്രഖ്യാപിച്ച മഹദിയാണ്. അള്ളാഹു ആ മഹദിയുടെ ബർക്കത്തോടെ നമ്മളെ സ്വർഗത്തിലാക്കി തരട്ടെ. ആ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ശ്രദ്ധിക്കണ്ട്, ആണുങ്ങള് അവർക്ക് ഇങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യാ, നേരെ ഖദീജാവിന്റെ അടുത്ത് ചെന്ന് സലാം പറഞ്ഞ് യാസീനോദി ദ്വേർക്ക, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇവര് സ്ത്രീകൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെണ്ണുങ്ങളെ കൂടെ അങ്ങോട്ട് പോയിട്ട് ഞാൻ ഇൻഷാല്ലാ അത് കാണിച്ചു തരാം, അവിടുന്ന് ദ്വേർന്നിട്ട് പിരിഞ്ഞ് അവിടെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ നിങ്ങൾ ആണുങ്ങൾ ഇവിടുന്ന് സിയാറത്ത് കഴിഞ്ഞിട്ട് ആണ്ട് വരികയാണെങ്കിൽ അവിടുന്ന് ഒരു ബസ് എടുത്ത് ഇങ്ങോട്ട് ഇനി വണ്ടി വരൂല, അവിടെ ബസ്സുകളോ കാറുകളൊക്കെ ഉണ്ടാവും. നടക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരാ, നടക്കുന്ന ആളുകൾ പിന്നെ അവിടെ വരണ്ട, അങ്ങനെ നേരെ ഹറമിൽ കൂടെ നടന്ന് പോയാൽ മതി. അല്ല കുഴങ്ങിയിട്ടുണ്ട്, നടക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും പാടെ കൂടി ഒരു വണ്ടി വിളിച്ച് ലാസ്റ്റ് 2 റുപ്യ 3 റുപ്യ കൊടുത്ത് വണ്ടിയിൽ പിരിച്ചുവിടാ, അല്ല നടക്കുകയും ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? നടക്കാൻ കരുതിയാൽ ആരൊക്കെയാണ് തിരിച്ച് നടക്കാൻ കരുതിയാൽ ആരുമില്ലേ? അപ്പൊ ഇൻഷാല്ലാ എല്ലാവർക്കും ക്ഷീണുണ്ട്. നേരത്തെ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു 2-3 റുപ്യ കൊടുത്താലും വേണ്ടില്ല വണ്ടി, ഇതേ മോഡല് വണ്ടി കിട്ടിയാൽ ഒന്നിച്ചു പോയാലും 3-4 റുപ്യ ചെറിയ പൈസ എന്തെങ്കിലും കൊടുത്താൽ നമ്മളെ റൂമിന്റെ മുന്നിൽ പോയി ഇറങ്ങാം. അപ്പൊ അത്രയും ദൂരം നടക്കണ്ട. കാണാണ്ട് അതാണ് ആ കാണുന്ന സ്ഥലം. കണ്ട അങ്ങേ തലക്കൊരു ടൈലിട്ട ബിൽഡിംഗ് കണ്ടില്ലേ? അതിന്റെ മുന്നിൽ അപ്പുറത്ത് മുനാരമുണ്ട്, അതൊരു പള്ളിയാണ്. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജിന്ന്. എന്താണ്? ഇന്നലെ നമ്മൾ ത്വായിഫിൽ പോയില്ലേ? ത്വായിഫിൽ പോരുമ്പോ തിരിച്ചു പോരുമ്പോ ഒരു സ്ഥലം പറഞ്ഞാൽ നീ ഓർമ്മ ഉണ്ടോ? ഏതാണ്? ആർക്കും ഓർമ്മല്ല. വാദി നഖ്ലാനായിരുന്നു. ജിന്നുകൾ മുസ്ലിമായ കഥ പറഞ്ഞു തന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഈ ബാക്കി ജിന്നു പള്ളിക്കെന്ന് പറയാന്ന് പറഞ്ഞിരുന്നില്ലേ? ആ സംഭവമാണ്.